الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു നമ്മളോട് പറഞ്ഞത് മാല ഐനുൻ റഅത്ത്, ആ സ്വർഗം ഒരു കണ്ണും കണ്ടിട്ടില്ല. വല ഉദുനുൻ സമിഅത്ത്, ഒരു കാതും കേട്ടിട്ടില്ല. വല ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും ഒരാളും ഇതുവരെ ആ സ്വർഗം വരച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമ സ്വർഗത്തിലായിരുന്നല്ലോ, ഹവ്വാ ബീവി സ്വർഗത്തിലായിരുന്നു. അപ്പം ആദം നബിയും ഹവ്വാ ബീവിയും സ്വർഗം കണ്ടിട്ടില്ലേ? സ്വർഗം സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് സ്വർഗം ഒന്ന് പോയി കാണാൻ പറയുന്നുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ ചെന്ന് സ്വർഗം കാണുന്നുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും സ്വർഗം കണ്ടിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വർഗം കണ്ടിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് മാല ഐനുൻ റഅത്ത് എന്ന് പറഞ്ഞത്, ഒരു കണ്ണും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്? സ്വർഗം പൂർണ്ണമായിട്ട് ഒരാളും കണ്ടിട്ടില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ നിന്ന് പോന്നതിന് ശേഷവും സ്വർഗത്തിൽ പുതിയ പുതിയ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. അത് ആദം നബിയും ഹവ്വാ ബീവിയും കണ്ടിട്ടില്ല. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കാൻ, സ്വർഗത്തിൽ എല്ലാത്തിനും പുതുമയുണ്ടാകും, പുതിയതായി 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 പലതും വന്നുകൊണ്ടിരിക്കുന്നു. സ്വർഗം പൂർണ്ണമായിട്ട് ഒരു സൃഷ്ടിയും കണ്ടിട്ടില്ല, ഒരു മലക്കും കണ്ടിട്ടില്ല, ഒരു നബിയും കണ്ടിട്ടില്ല. സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ട് അതിൻ്റെ പൂർണ്ണമായ അവസ്ഥ അള്ളാഹുവിനു മാത്രമേ അറിയുകയുള്ളൂ. അതാണ് പറഞ്ഞത് മാല ഐനുൻ റഅത്ത് വല ഉദുനുൻ സമിഅത്ത് വല ഖതറ അലാ ഖൽബി ബശർ. അപ്പോൾ സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. സ്വർഗത്തിലെ എല്ലാ അനുഭൂതികളെ പറ്റിയിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അള്ളാഹുവിന് മാത്രം അറിയുന്ന കുറേ അനുഭൂതികൾ, മനോഹരമായ കാഴ്ചകൾ ആ സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്.
അള്ളാഹു നമ്മളെല്ലാവരെയും ആ സ്വർഗത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, സ്വർഗം ആർക്കെങ്കിലും വെറുതെ കിട്ടുമോ? പണിയെടുക്കാതെ അധ്വാനിക്കാതെ ആർക്കെങ്കിലും സ്വർഗം കിട്ടുമോ? ആർക്കും സ്വർഗം കിട്ടൂല. പണിയെടുത്താലേ കഷ്ടപ്പെട്ടാലേ സ്വർഗം കിട്ടുള്ളൂ. ഇപ്പൊ ഇന്ന് രാവിലെ ഫജറിന് നമ്മുടെ പള്ളിയിലെ ഇമാം ഓതിയ സൂറത്തു സജദയിൽ അള്ളാഹു പറഞ്ഞത് എന്താണ്? ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരാൾക്കും അറിയാത്ത കുറേ അനുഭൂതികൾ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ കണ്ണിന് കുളിർമയായിട്ട്. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അത് പണിയെടുത്തവർക്കുള്ള കൂലിയാൻ, കഷ്ടപ്പെട്ടവർക്കുള്ള പ്രതിഫലമാൻ. ഇപ്പോൾ പണിയെടുത്തവർക്കേ സ്വർഗം കിട്ടുള്ളൂ, കഷ്ടപ്പെട്ടവർക്കേ സ്വർഗം കിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിതം ചിട്ടപ്പെടുത്തിയവർക്കേ സ്വർഗം കിട്ടുള്ളൂ. അഹ്ലുസുഫ എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ? അഹ്ലുസുഫയെ പറ്റിയിട്ട് നമ്മൾ വായിച്ചിട്ടില്ലേ? ആരാണ് അഹ്ലുസുഫ? മുഹാജിറുകളാണവർ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്ക് മക്കയിൽ നിന്ന് പല നാടുകളിൽ നിന്ന് ഹിജറ പോകുന്നവരാണ് അഹ്ലുസുഫക്കാർ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയുടെ പറകുവശത്ത് വെച്ച് കെട്ടി കിടന്നുറങ്ങിയ അന്തേവാസികളാണ് അഹ്ലുസുഫക്കാർ. അവർ നാടും വീടും കുടുംബവും സമ്പത്തും ഇട്ടെറിഞ്ഞ് മദീനയിലെത്തിയവരാണ്. മുഹാജിറുകൾ മദീനയിലെത്തിയപ്പോൾ കഴിയുന്ന അത്ര ആളുകളെ അൻസാറുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അവർക്ക് പറ്റുന്ന പരമാവധി അവർ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ മുഹാജിറുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ അൻസാറുകൾക്ക് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയായി. അങ്ങനെ വീടും പാർപ്പിടവും ഇല്ലാത്ത ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയുടെ പറകുവശത്ത് താമസിപ്പിക്കുകയാണ്. അവരവിടെയാണ് കിടന്നുറങ്ങിയത്. അവരാണ് അഹ്ലുസുഫക്കാർ. ദീനിന് വേണ്ടിയിട്ടാണ് അവരെല്ലാം ഉപേക്ഷിച്ചത്. ദീനിന് വേണ്ടിയിട്ടാണ് അവർ ദരിദ്രരായത്. ദീനിന് വേണ്ടിയിട്ടാണ് അവർ പട്ടിണി കിടന്നത്. ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവർ ജനിച്ചു വീണ നാട്ടിൽ നിന്ന് അവർ മദീനയിലേക്ക് പലായനം ചെയ്തു വന്നത്. ദീനിന്റെ സംരക്ഷണമായിരുന്നു അവരുടെ ലക്ഷ്യം. ആ അഹ്ലുസുഫക്കാർ എങ്ങനെയാണ് മദീന പള്ളിയിൽ കഴിഞ്ഞത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ വായിച്ചിട്ടുണ്ടോ? നമ്മൾ കേട്ടിട്ടുണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഹ്ലുസുഫക്കാരിൽ പെട്ട ആളുകൾ ഒരു തുണി ധരിച്ചവരുണ്ട്. ഒറ്റ തുണിയാണ് അവർക്കുള്ളത്. ആ ഒരു തുണി അവർ കഴുത്തിലൂടെ കെട്ടും. ശരീരം മുഴുവൻ മറക്കാനുള്ള തുണി തികയൂല. എന്നിട്ട് കൈ കൊണ്ട് കൂട്ടിപ്പിടിക്കാൻ, ഔറത്ത് കാണുന്നു വിചാരിച്ചിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയിൽ പുരുഷന്മാർക്ക് പിറകിൽ നിന്നിട്ടാണ് സ്വഹാബി വനിതകൾ നിസ്കരിച്ചിരുന്നത്. ആ സ്വഹാബി വനിതകളോട് പറയപ്പെട്ടിരുന്നു, യാ മഅശറൻ നിസാ ലാ തർഫഅന റൂസകുന്ന ഹത്താ യർഫഅ റിജാൽ. പുരുഷന്മാർ അവരുടെ തല ഉയർത്തുന്നതിന് മുമ്പ്, സുജൂദിൽ നിന്ന് ആണുങ്ങൾ ഉയരുന്നതിന് മുമ്പ് നിങ്ങൾ പെണ്ണുങ്ങൾ തല ഉയർത്തരുത്. കാരണം ചിലപ്പോൾ ആണുങ്ങൾ ഉയരുന്നതിന് മുമ്പ് പെണ്ണുങ്ങൾ തല ഉയർത്തിയാൽ പുരുഷന്മാരുടെ ഔറത്ത് പെണ്ണുങ്ങൾ കാണും. അതില്ലാതിരിക്കാനാണ് അങ്ങനത്തെ ഒരു നിർദ്ദേശം സ്വഹാബി വനിതകൾക്ക് കിട്ടിയത്. അവർ അനുഭവിച്ച ആ ദാരിദ്ര്യത്തിൻ്റെ ആഴം എത്രയെന്ന് ആലോചിച്ച് നോക്കിങ്ങൾ. അതിൻ്റെ തീവ്രത എത്രയാണ്. ഇപ്പം അഹ്ലുസുഫയുടെ നേതാവ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റിയ ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറയുടെ ഒരു ദിവസത്തെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശപ്പിൻ്റെ അങ്ങേ അറ്റത്തെത്തിയിട്ടുണ്ട്. കുറെ മലർന്ന് കിടന്ന് കമ്മിന്ന് കിടന്നൊക്കെ നോക്കി, വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അവസാനം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി. ആളുകൾ നടക്കുന്ന വഴിയിലെത്തി. ആരെങ്കിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം, എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കാം. അല്ല, സംശയം ചോദിക്കുന്ന അബൂ ഹുറൈറക്ക് അറിയാത്തതുകൊണ്ടല്ല, ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം അബൂ ഹുറൈറക്ക് അറിയാത്തത് കൊണ്ടല്ല. എന്നാലും അങ്ങനെ ചോദിച്ച് ഉത്തരം തരുമ്പോൾ അവരാരെങ്കിലും എന്തെങ്കിലും കഴിച്ചോ, ഇല്ലെങ്കിൽ വരി നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചിട്ടാണ് അബൂ ഹുറൈറ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനിങ്ങനെ വഴിയിലിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. ഫസഅൽതുഹു അൻ ആയത്തിൻ മിൻ കിതാബില്ലാഹ്. അപ്പോൾ അബൂബക്കറിനോട് ഞാൻ അള്ളാഹുവിൻ്റെ കിതാബിലുള്ള ഒരു ആയത്തിനെ പറ്റിയിട്ട് ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ചോദ്യത്തിന് ഉത്തരം തന്നു, നടന്നുപോയി. അബൂ ഹുറൈറ അനുഭവിക്കുന്ന വിശപ്പിൻ്റെ ആഴം, തീവ്രത, തീക്ഷ്ണത അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു നടന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്.
അബൂ ഹുറൈറ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടും അള്ളാഹുവിൻ്റെ കിതാബിൽ ഒരു ആയത്തിനെ പറ്റി ചോദിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സംശയത്തിനുള്ള മറുപടി കൊടുത്തിട്ട് നടന്നുപോയി. അബൂ ഹുറൈറ അനുഭവിക്കുന്ന വിശപ്പ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലായില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, കുറച്ച് കഴിയുമ്പോൾ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ട്. ഫതബസ്സമ ഹീന റആനി, എന്നെ കണ്ടപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മാ ഫീ നഫ്സി വമാ ഫീ വജ്ഹി, എൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് നബിക്ക് മനസ്സിലായി. എൻ്റെ മുഖത്ത് നിന്ന് എൻ്റെ അവസ്ഥ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വായിച്ചെടുത്തു. സ്വഹാബിമാരുടെ മുഖം നോക്കിയിട്ട് അവരുടെ അവസ്ഥ വായിച്ചെടുത്തൊരു നേതാവിൻ്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽ ഹഖ്, അബൂ ഹുറൈറ വാ, കൂടെ വാ, വീട്ടിലേക്ക് വാ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയും കൊണ്ട് വീട്ടിലേക്ക് ചെന്നു. നബി വീട്ടിലേക്ക് കയറി. അബൂ ഹുറൈറ അവിടെ നിന്നു, അനുവാദം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു അബൂ ഹുറൈറ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. അനുവാദം ചോദിച്ചിട്ടാണ് ഒരു വീട്ടിലേക്ക് കയറേണ്ടത്. ഒരാളുണ്ട് ഏതെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് ഓടി കയറലല്ല, അടുക്കളയ്ക്ക് കയറി ചെല്ലലല്ല, ആദ്യം അനുവാദം ചോദിക്കണം. മൂന്ന് തവണ അനുവാദം ചോദിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു തവണ അനുവാദം ചോദിച്ചു, മറുപടിയൊന്നും കിട്ടിയില്ല. രണ്ടാമത് ചോദിച്ചു, മറുപടി കിട്ടിയില്ല. മൂന്നാമതും അനുവാദം തേടണം, മറുപടി കിട്ടിയില്ലെങ്കിൽ കയറി ചെല്ലണം എന്നല്ല പറഞ്ഞത്, തിരിച്ചു പോകണം എന്നാണ് പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അനുവാദം ചോദിച്ചു, നബി അനുവാദം കൊടുത്തു, വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഒരു പാത്രത്തിൽ കുറച്ച് പാലുണ്ട്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലു സുഫക്കാരെ പോയിട്ട് വിളിച്ചിട്ട് വാ. അത് നബിൻ്റെ ഒരു രീതിയാണ്. അഹ്ലു സുഫക്കാരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പരിഗണിച്ചിരുന്നു. അപ്പോൾ അബൂ ഹുറൈറയുടെ മനസ്സൊക്കെ കണ്ട് പതറി. കാരണം വിശന്നിട്ട് അങ്ങേയറ്റത്ത് എത്തിയിട്ടുണ്ട്. ആകെ ആ പാത്രത്തിൽ കുറച്ച് പാലുള്ളത്. ആ പാല് ഞാൻ കുടിക്കുകയാണെങ്കിൽ, ഹദീസിൽ അബൂ ഹുറൈറ പറയുന്നുണ്ട്, അബൂ ഹുറൈറയുടെ മനസ്സിൽ എന്താ തോന്നിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ആ പാല് ഞാൻ കുടിക്കുകയാണെങ്കിൽ എൻ്റെ വിശപ്പിന് കുറച്ചൊരു സമാധാനം ഉണ്ടാകും. ആ അഹ്ലു സുഫക്കാരെ മുഴുവൻ വിളിച്ചുകൊണ്ട് വന്നാൽ പിന്നെ എന്താണ് എനിക്ക് കിട്ടുക? എന്താണ് അവർക്ക് തികയോ? അവർക്കും തികയൂല. പക്ഷെ നബിയാണ് പറഞ്ഞത്, വിളിക്കാതിരിക്കാൻ പറ്റുമോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് ചെന്നു, അഹ്ലു സുഫക്കാരെ വിളിച്ചു. ഓരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബാഹിർ ലബ്ബൈക യാ റസൂലല്ലാഹ് ഖുദ് ഫഅതിഹിം, ആ പാത്രത്തിൽ പാലെടുത്തിട്ട് അവർക്ക് കൊടുക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓരോരുത്തർക്ക് പാല് കൊടുക്കുകയാണ്. ഒരാൾ കുടിച്ചു, അയാളുടെ വയറ് നിറഞ്ഞു. അടുത്ത ആൾ കുടിച്ചു, അടുത്ത ആൾ കുടിച്ചു. അഹ്ലു സുഫക്കാർ മുഴുവൻ ആ പാല് കുടിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ബഖീതു അന വ അൻത, അബൂബക്കർ, ഇനി ഞാനും നീയുമാണ് ബാക്കിയുള്ളത് അബൂ ഹുറൈറ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ആ പാല് കുടിക്കാൻ പറയാൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നുകൊണ്ടാണ് ബാക്കിയുള്ള ആളുകളെ കുടിപ്പിച്ചിരുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉഖ്ഉദ് ഫശ്റബ്, നീ ഇരുന്നിട്ട് കുടിക്ക്. അതൊരു മര്യാദയാണ്. നമ്മൾ കുടിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ ഇരുന്നിട്ട് വെള്ളം കുടിക്കുക, അതാണ് ഏറ്റവും നല്ലത്. നിന്ന് കുടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നിന്ന് കുടിക്കൽ ഹറാമല്ല, എന്നാൽ ഏറ്റവും നല്ലത് ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടാണ് വെള്ളം കുടിച്ചത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുകൊണ്ട് വെള്ളം കുടിച്ച സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിന്നുകൊണ്ട് കുടിക്കുന്നതിൽ തെറ്റില്ല, ഹറാമല്ല, എന്നാൽ ഏറ്റവും നല്ലത് ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കലാണ്. ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നിട്ട് വെള്ളം കുടിക്കാൻ പറഞ്ഞു, പാല് കുടിക്കാൻ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പാല് കുടിച്ചു, നിർത്തി. നബി പറഞ്ഞു, ഇഷ്റബ്, ഇനിയും കുടിച്ചോ. വീണ്ടും കുടിച്ചു, വീണ്ടും കുടിച്ചോ, വീണ്ടും കുടിച്ചു. അങ്ങനെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഇനി കുടിക്കാൻ സ്ഥലമില്ല നബിയെ, ഇനി കുടിക്കാൻ സ്ഥലമില്ല, വയറ് നിറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്താണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ്. ഒരു പാത്രത്തിൽ അല്പം പാലാണ് ഉണ്ടായിരുന്നത്. ആ പാല് കൊണ്ട് അഹ്ലു സുഫക്കാർ മുഴുവൻ വയറ് നിറച്ച് കുടിച്ചു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടിച്ചു. ഇത് നബിൻ്റെ മുഅ്ജിസത്താണ്. നബിൻ്റെ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ നബിക്ക് തോന്നുമ്പോഴൊക്കെ അത് പ്രകടിപ്പിക്കാൻ കഴിയൂല. അല്ലെ, വിശന്നിട്ട് വീട് വിട്ടിറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ കഴിവാണ്. നബിമാരിലൂടെ അള്ളാഹു അത് പ്രകടിപ്പിക്കും. നബിൻ്റെ കഴിവല്ല. നബിക്ക് തോന്നുമ്പോഴൊക്കെ ആ മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാനും കഴിയൂല. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും അഹ്ലു സുഫക്കാരും അനുഭവിച്ച വിശപ്പും പട്ടിണിയും ത്യാഗവും ദീനിന്റെ പേരിലായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എങ്ങനെയാണ് സംരക്ഷിച്ചത് എന്ന് നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം. മദീന പള്ളിയിൽ പലതവണ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീണിട്ടുണ്ട്, വിശപ്പ് താങ്ങാൻ കഴിയാതെ.
ഇന്നിങ്ങനെ സോഫയിൽ ചാരി ഇരുന്നിട്ട് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ട് ദീനിന്റെ ശത്രുക്കൾ പറയുന്നു അബൂ ഹുറൈറ കള്ളനാൻ. സുബ്ഹാനല്ലാഹ്, എന്തൊരു വാക്കാണത്. അവർക്കറിയുമോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അനുഭവിച്ച ത്യാഗത്തിന്റെ തീക്ഷ്ണത എത്രയാണെന്ന്? അബൂ ഹുറൈറ അനുഭവിച്ച പട്ടിണി എന്താണെന്ന് അവർക്കറിയുമോ? മദീന പള്ളിയിൽ കഴിഞ്ഞുകൂടിയ അബൂ ഹുറൈറയുടെ ജീവിതം അവർ പഠിച്ചിട്ടുണ്ടോ? ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബിമാരെ ചീത്ത പറയരുത്. നിങ്ങൾ ഉഹദ് മലയുടെ അത്ര ചെലവഴിച്ചാലും അവർ ചെലവഴിച്ച ഒരു മുദ്ദിന്റെ അത്ര വരൂല, അതിന്റെ പകുതി പോലും എത്തൂല എന്നാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് സ്വർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരുക്കിയിട്ടുള്ളത്, നമ്മൾ എന്താണ് നമ്മുടെ കയ്യിൽ കരുതിയിട്ടുള്ളത്. ഇന്ന് ഫജ്ർ നിസ്കരിച്ച എത്ര മനുഷ്യന്മാരുണ്ട്? ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനോട് ചോദിക്കുന്ന ചോദ്യം അതൊക്കെയാണ്. ഇന്നത്തെ ഫജ്ർ നിസ്കാരത്തിൽ ജമാഅത്തിൽ പങ്കെടുത്ത എത്ര ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്? ഇന്ന് അദ്കാറു സ്വബാഹും മസാവും ചൊല്ലി എത്ര ആളുകളുണ്ട്? ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഓതി എത്ര ആളുകളുണ്ട്? നമ്മൾ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ നെട്ടോട്ടം ഓടുകയാണ്. നമ്മുടെ വിഷയം ദുനിയാവാൻ, നമ്മുടെ സാലറി, നമ്മുടെ ശമ്പളം, നമ്മുടെ ബിസിനസ്, നമ്മുടെ കച്ചവടം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ മറ്റൊരാളുടേതാണ്. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാറിന് പുതിയ ഓണർ വരും. നമ്മൾ കിടന്ന കട്ടിൽ പുതിയൊരാൾ വന്ന് കിടക്കും. നമ്മൾ ധരിച്ച കുപ്പായങ്ങൾ വേറൊരാൾ എടുത്ത് ധരിക്കും. എന്താണ് നമ്മുടേതെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടാവുക? നമ്മൾ ചെയ്ത റുകൂഉകളും നമ്മൾ ചെയ്ത സുജൂദുകളുമാണ്. ഫജ്റിന് പള്ളിയിലേക്ക് നടന്നു വന്ന് നമ്മൾ നിർവഹിച്ച 2 റക്അത്ത് നിസ്കാരം ബാക്കിയുണ്ടാകും. ചോര നീരാക്കി നമ്മൾ അധ്വാനിച്ച സമ്പത്തിൽ നിന്ന് നമ്മൾ എടുത്തു കൊടുത്ത 500 രൂപ ബാക്കിയുണ്ടാകും. സമയം കണ്ടെത്തി നമ്മൾ ഓതിയ ഖുർആനിന്റെ പേജുകൾ നമുക്ക് ബാക്കിയുണ്ടാകും. വയബ്ഖാ അമലുഹു, നിങ്ങളുടെ അമല് ബാക്കിയാകും എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതേ ബാക്കി ഉണ്ടാവുള്ളൂ, അത് നമ്മൾ കാണും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. എന്താ ദർറത്ത് എന്ന് പറഞ്ഞാൽ? ഏറ്റവും ചെറിയ ഉറുമ്പാണ്, ഏറ്റവും ചെറിയ ഉറുമ്പ്. ചിലപ്പോൾ അത് നമ്മൾ കണ്ണോട് കാണാൻ പറ്റൂല. അത്രയാണ് ഒരാൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതവൻക്ക് കാണാൻ കഴിയുന്ന പറഞ്ഞത്, അതവൻക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് ആഖിറത്തിന് വേണ്ടിയിട്ട് എന്താണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ജീവിതത്തെ പറ്റിയിട്ട് സീരിയസ് ആയിട്ട് ആലോചിക്കുക. അള്ളാഹു സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.